വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കോഴിക്കോട് തിങ്കളാഴ്ച ഒരു സംഭവം നടക്കുകയുണ്ടായി. ഈ സംഭവത്തിന്റെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരേ വസ്ത്രത്തിന്റെ പേരിൽ രണ്ട് യുവാക്കൾ ചേർന്ന് സംഘർഷമുണ്ടാകുന്നു. ഈ രണ്ട് യുവാക്കൾക്ക് വേണ്ടി ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു യുവാക്കളും വന്ന് അവിടെ ഒരു കൂട്ടത്തല്ലുണ്ടാകുന്നു. ഒടുവിൽ നാട്ടുകാരൊക്കെ ഒരുപാട് ശ്രമിച്ചു ഈ സംഘർഷം ഒന്ന് ഒഴിവാക്കാൻ. ഒടുവിൽ നാദാപുരം പോലീസ് എത്തി ലാത്തി വീശിയതോടെ ഈ സംഘം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം ഇങ്ങനെയാണ്. തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ രണ്ട് യുവാക്കൾ വസ്ത്രം എടുക്കാൻ വരുന്നു. ആ യുവാക്കളിൽ ഒരാൾക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നു. അയാൾ അത് എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ മറ്റൊരു യുവാവ് പറയുന്നു, ആ ഡ്രസ്സ് എടുക്കേണ്ട, ഞാൻ ആ ഡ്രസ്സ് എടുക്കാം, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇയാളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അയാളും പറഞ്ഞു, എനിക്കാണ് ആ ഡ്രസ്സ് വേണ്ടത്, നീ എടുക്കേണ്ട. അങ്ങനെ ഇരുവരും തമ്മിലുള്ള സംഘർഷം തുടക്കം. ആദ്യം വാക്കുതർക്കമുണ്ടാകുന്നു. കടയ്ക്ക് പുറത്ത് ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ശേഷം ഇരുവരുടെയും ഗ്യാങ്, അതായത് ഇരുവരുടെയും സുഹൃത്തുക്കളായ മറ്റു യുവാക്കൾ എത്തുന്നു. അങ്ങനെ കൂട്ടത്തല്ലുണ്ടാകുന്നു. നാട്ടുകാരൊക്കെ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യാതൊരു തരത്തിലും ഇവരുടെ തല്ലിനൊരു ശമനം ഉണ്ടാകുന്നില്ല. പിന്നീട് നാട്ടുകാരിൽ ആരോ ഒരാൾ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാദാപുരം പോലീസ് എത്തി ലാത്തി എടുത്തതോടുകൂടി തന്നെ യുവാക്കളൊക്കെ സ്ഥലം വിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് കേവലം ഒരു ഡ്രസ്സിന്റെ പേരിലുള്ള ആക്രമമോ സംഘർഷമോ ഒന്നുമല്ല എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. ഈ രണ്ട് യുവാക്കളുടെ ഗ്യാങ്ങുകൾ നേരത്തെയും ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സിന്റെ പേരിൽ നടന്നത് എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. ഏതായാലും സംഭവത്തിന്റെ വീഡിയോ ഒരാൾ പകർത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നാ പ്രശ്നം? ഷർട്ടിന്റെ കേസല്ല, ഒരു ഷർട്ട് പിന്നെ രണ്ടാൾ കൂടി ഒപ്പരം പിടിച്ച് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു, അതാ കേസ്. നമ്മളെ അപ്പുറത്തുള്ള ആർക്കും തിരിഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നാദാപുരം പോലീസ് നഗരത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സംഘർഷത്തിലേർപ്പെട്ട ഗ്യാങ് ആയതുകൊണ്ട് തന്നെ ഇവർ മറ്റേതെങ്കിലും രീതിയിൽ ഈ ടൗണിലെത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് സംഘർഷത്തിലേർപ്പെടുമോ എന്ന് കരുതിക്കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നിരീക്ഷണവുമുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.